നിതംബത്തിലും തുടയിലും അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതും അതിന്റെ ഫലമായി ആനുപാതികമല്ലാത്ത വിധം വലിയ നിതംബം ഉണ്ടാകുന്നതുമായ ഒരു അവസ്ഥയാണ് സ്റ്റിയാറ്റോപീജിയ. സ്ത്രീകളെയാണിത് കൂടുതലായി കാണപ്പെടുന്നത്. ചില വംശീയ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ഗോയിസാൻ ജനതയിൽ ഇത് കാണപ്പെടുന്നു. സ്റ്റിയാറ്റോപീജിയയുടെ കൃത്യമായ കാരണം പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. പക്ഷെ നിരവധി ഘടകങ്ങൾ കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിൽ പ്രധാന കാരണം ജനിതക പ്രശ്നമാണ്. കൊഴുപ്പിന്റെ വിതരണത്തെയും സംഭരണത്തെയും സ്വാധീനിക്കുന്ന ജനിതക പ്രവണത ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. രണ്ടാമത്തെ കാരണം ഹോർമോൺ വ്യതിയാനമാണ്. ഹോർമോണുകൾ, പ്രത്യേകിച്ച് ഈസ്ട്രജൻ, നിതംബത്തിലും തുടയിലും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ സ്വാധീനിച്ചേക്കാം. മറ്റൊരു കാരണം ഭക്ഷണക്രമവും ജീവിതശൈലിയുമാണ്. ഭക്ഷണശീലങ്ങളും ശാരീരിക പ്രവർത്തന നിലകളും മൊത്തത്തിലുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടലിന് കാരണമാകും. ഇത് സ്റ്റിയാറ്റോപീജിയ വർദ്ധിപ്പിക്കും. ശാരീരിക അസ്വസ്ഥതയോ മാനസിക ക്ലേശമോ ഉണ്ടാകുന്നില്ലെങ്കിൽ സ്റ്റിയാറ്റോപീജിയ പൊതുവെ ഒരു മെഡിക്കൽ പ്രശ്നമായി കണക്കാക്കില്ല. ചില സന്ദർഭങ്ങളിൽ ഇത് ചില ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചേക്കാം. നിതംബത്തിലെ അമിതഭാരം പുറകിലും സന്ധികളിലും ആയാസമുണ്ടാക്കുകയും വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാവുകയും ചെയ്യും. അതുപോലെ നിതംബത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിന്റെ മടക്കുകളിൽ ചർമ്മത്തിലെ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാകാം. മറ്റു ചിലരിൽ സ്റ്റിയാറ്റോപീജിയ ആത്മാഭിമാനത്തെയും ശരീരപ്രതിച്ഛായയെയും ബാധിച്ചേക്കാം. ഇത് ഉത്കണ്ഠയിലേക്കും വിഷാദത്തിലേക്കും നയിക്കുന്നു. സ്റ്റിയാറ്റോപീജിയയ്ക്കുള്ള ചികിത്സ സാധാരണയായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും മാനസിക ആശങ്കകൾ പരിഹരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ലിപ്പോസെക്ഷൻ പോലെയുള്ള സൗന്ദര്യവർദ്ധക നടപടിക്രമങ്ങൾ നിതംബത്തിന്റെ വലിപ്പം കുറയ്ക്കുന്നതിന് പരിഗണിക്കാം. Stay healthy. Follow for more.